പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശ്വാസനാഥം എന്ന ആത്മിക ശുശ്രൂഷയുടെ 64-ാമത്തെ എപ്പിസോഡിലേക്കുള്ള സ്വാഗതത്തെയും ഒപ്പം വന്ദനത്തെയും അറിയിച്ചു കൊള്ളുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നൽകിത്തരുന്ന സകല പ്രോത്സാഹനങ്ങൾക്കും കർത്തൃനാമത്തിൽ നന്ദി അറിയിച്ചു കൊള്ളുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രസംഗത്തിൻ്റെ ശീർഷകം പ്രസംഗം എന്ന് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം എന്ന് തന്നെയാണ്. ഇത് ഹോമലിറ്റിക്സോ അല്ലെങ്കിൽ ഹെർമന്യൂട്ടിക്സോ അല്ല. പ്രസംഗം എന്ന പദം കിട്ടേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാൻ ആ ശീർഷകം ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആധാരമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്ന പ്രധാന വാക്യം പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 24-25 തുടങ്ങിയ വേദഭാഗങ്ങളാണ്. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂവുതിർന്നുപോയി. കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. പ്രൈസ് ദി ലോർഡ്. ചോദ്യം: എന്താണ് പ്രസംഗിക്കേണ്ടത്? സ്തോത്രം. ഉത്തരം: കർത്താവിൻ്റെ വചനമാണ് പ്രസംഗിക്കേണ്ടത്. ചോദ്യം എന്താണ്? എന്താണ് പ്രസംഗിക്കേണ്ടത്? കർത്താവിൻ്റെ വചനമാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാസ്തവത്തിൽ സുവിശേഷമല്ലേ? അതെ, സുവിശേഷമാണ്, തെറ്റൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ചോദ്യം: എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? ചോദ്യം: എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം? ഉത്തരം: റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വേദഭാഗങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു: കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. അടുത്തത് 14-ാം വാക്യം: എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അത് കൃത്യമായി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനകത്ത് ഇത്തിരി ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അയക്കാതെ ആരാണ് പ്രസംഗിക്കുക? 2, പ്രസംഗിക്കാതെ ആരാണ് കേൾക്കുക? 3, കേൾക്കാത്തവൻ എങ്ങനെയാണ് വിശ്വസിക്കുക? 4, വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒന്നാമത്തെ ചോദ്യം എന്താണ്? എന്താണ് പ്രസംഗിക്കേണ്ടത്? അത് ദൈവവചനമാണ് പ്രസംഗിക്കേണ്ടത്, സുവിശേഷമാണ് പ്രസംഗിക്കേണ്ടത് നമ്മൾ കേട്ടു. അപ്പോൾ എന്തുകൊണ്ട് വചനം പ്രസംഗിക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ആ വാക്യം വായിച്ചത്. ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലിട്ടത്. പക്ഷേ ആ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആരാണ് അയക്കാതെ പ്രസംഗിക്കുക? സ്തോത്രം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുന്നു? പിന്നെ പ്രസംഗിക്കാതെ ആര് കേൾക്കും? കേൾക്കാത്തവൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? സ്തോത്രം. അപ്പോൾ 17-ാം വാക്യം വായിക്കുമ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും വരുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഉണ്ടാകേണ്ടതിന് ദൈവവചനം പ്രസംഗിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞത്? വിശ്വാസം ഉണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ വചനം നാം പ്രസംഗിച്ചേ പറ്റൂ. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നല്ലേ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രസംഗിച്ചേ പറ്റൂ. സ്തോത്രം. അപ്പോൾ നമ്മുടെ അകത്തൊരു ചോദ്യം: ദൈവമക്കളായ നമ്മുടെ അകത്ത് നമ്മുടെ ഇടയിൽ എന്തിനാ വചനം പ്രസംഗിക്കുന്നേ? സ്തോത്രം. ശരിയല്ലേ? നമ്മുടെ ഇടയിൽ എന്തിനാ വചനം പ്രസംഗിക്കുന്നത്? ആവശ്യമുണ്ടോ? ഒത്തിരി ഉത്തരങ്ങളുണ്ട്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ: നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ
ഓർത്തുകൊള്ളുവിൻ. അടുത്തത്, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. സ്തോത്രം. അപ്പൊ എന്തിനാണ് നമ്മുടെ ഇടയിൽ വചനം പ്രസംഗിക്കുന്നത്? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സ്തോത്രം. എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എഫീസ് ലേഖനം അറിയാം, 4-ാം അധ്യായം അറിയാം, അതിൻ്റെ 12 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മെ നടത്തേണ്ടതിനാണ്. സ്തോത്രം. അപ്പോൾ നമുക്കൊരു ചോദ്യമില്ലേ, ഇതിപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ഞങ്ങൾക്കറിയില്ലേ നടക്കാൻ? ദൈവത്തിന് സ്തോത്രം. അല്ല, ദൈവവചനം പ്രസംഗിക്കുന്നത് നിങ്ങളെ നടത്താനാ. പ്രൈസല. എവിടേക്ക് നടത്താനാ? ഏതെങ്കിലും കുഴിയിലേക്ക് നടത്താനാണോ? അല്ല. ചതിക്കുഴിയിൽ വീഴിക്കാനാണോ? അല്ല. ആനയെ വലിയൊരു കുഴി കുത്തി അതിനകത്ത് വഞ്ചിച്ച് ചതിച്ചു പറ്റിച്ച് അതിനകത്ത് അതിനെ പെടുത്തുന്നത് പോലെ പെടുത്താനാണോ? അല്ല. സ്തോത്രം. നിങ്ങളെ നടത്താൻ. ആ നടത്താൻ എവിടെ വരെ വേണം? നിത്യത വരെ വേണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മരണം വരെ വേണം. പ്രൈസ് ദി ലോർഡ്. ആ മരണത്തിനപ്പുറത്തൊരു നിത്യതയുണ്ട്. ആ നിത്യതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രസംഗത്തിന് പ്രധാനമായിരിക്കുന്ന ഉദ്ദേശമാകേണ്ടത്. അതിലേക്ക് നമ്മളെ കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മെ നടത്തേണ്ടതിനെ. എവിടേക്ക് നടത്താൻ? നേരത്തെ കേട്ടു. ദൈവവചന നിമിത്തം നമ്മുടെ ശരീരത്തെ അച്ചടക്കത്തിൽ വളർത്തി ഈ ലോകത്തിൽ നമ്മുടെ യാത്രയ്ക്ക് അഥവാ ദൈവ മുൻപാകെ എത്തേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന അവസ്ഥാവിശേഷങ്ങളെ വചനം കൊണ്ട് അതിജീവിച്ച്, സ്തോത്രം, വചനത്താൽ പാപത്തിന്റെ ശക്തിയിന്മേൽ ജയം പ്രാപിച്ച്, സ്തോത്രം, ജഡത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവമയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിനാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അവരെ ഓർക്കണം. സ്തോത്രം. ആരെയാണ് ഓർക്കേണ്ടത്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കണം. എന്തിനാ ഓർക്കുന്നത്? അവരുടെ ജീവാവസാനം ഓർക്കണം, അത് കാണണം. എന്നിട്ട് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ അനുകരിക്കണം. സ്തോത്രം. ഇനി വചനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യമില്ലേ? അപ്പോൾ നമ്മുടെ ഇടയിൽ നമ്മുടെ പുറത്ത് എന്താണ് പ്രസംഗിക്കേണ്ടത് എന്നൊരു ചിന്തയില്ലേ? അത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, സ്തോത്രം, അടുത്തത്, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. അപ്പോൾ അവിടെ പ്രസംഗിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ സുവിശേഷമാണ്. പ്രൈസ് ഗോഡ്. സുവിശേഷം സാധാരണഗതിയിൽ ഞാൻ പിന്നെയും ഓർമ്മപ്പെടുത്തുന്നു, നാം 4 വിധത്തിൽ ചിത്രീകരിച്ചാണ് പഠിപ്പിക്കാറ്. 1, കൃപയുടെ സുവിശേഷം. 2, എൻ്റെ സുവിശേഷം. 3, രാജ്യത്തിൻ്റെ സുവിശേഷം. 4, നിത്യസുവിശേഷം. ഇത് കാലഘട്ടങ്ങളെ വേർതിരിച്ച് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ശാന്തമായി പരിശോധിച്ചാൽ ഇതൊക്കെ ഒറ്റ പേരിൽ, അല്ലെങ്കിൽ സുവിശേഷം എന്നുള്ളത് വിവിധ പ്രയോഗങ്ങളിലൂടെ അറിയപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് പ്രസംഗിക്കേണ്ടത്? വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. വീണ്ടും നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. പ്രസംഗം അത് എങ്ങനായിരിക്കണം? അതായത് പ്രസംഗം അത് എങ്ങനായിരിക്കണം? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന് 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ഞാൻ 2 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നാണ് മറിയോട് പറയുന്നത്.
വാസ്തവത്തിൽ അത് എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ ശക്തി എന്ന് പറയുന്ന അഭിഷേകമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ പ്രസംഗം എന്തിനാലായിരിക്കണം? അഭിഷേകത്താലാകണം. ഇനിയും പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? നസ്രായനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ പ്രസംഗം എന്തിനാലായിരിക്കണം? അത് നമ്മുടെ അറിവാകരുത്, നമ്മുടെ കഴിവാകരുത്, നമ്മൾ എന്തെങ്കിലും പഠിച്ചത് അത് നിരത്തി വയ്ക്കുന്നൊരു അനുഭവം ആകരുത്. പകരം അത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാകണം. അതായത് ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് അത് അഭിഷേകത്താലാകണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, അടുത്തൊരു ചോദ്യം കൂടെ, പ്രസംഗത്തിനകത്ത് എന്തെല്ലാം വേണം? അത് നമ്മുടെ ഒരു ചോദ്യമല്ലേ? പ്രസംഗത്തിനകത്ത് എന്തൊക്കെ വേണം? ഒത്തിരി ചോദ്യങ്ങളാണ് നമ്മുടെ അകത്ത്. ഞാൻ അവിടെ വായിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോട് സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പ്രസംഗത്തിനകത്ത് എന്തൊക്കെ വേണമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പ്രബോധനം വേണം. സ്തോത്രം. ആ പ്രബോധനത്തിന് പുറകിൽ ലക്ഷ്യമുണ്ട് കേട്ടോ. സ്തോത്രം. 2, ഉപദേശം വേണം. സ്തോത്രം. പ്രബോധനവും ഉപദേശവും ഇല്ലാത്ത പ്രസംഗം നാം കൈക്കൊള്ളരുത്. സ്തോത്രം. അപ്പോൾ ഈ ഉപദേശം എങ്ങനായിരിക്കണം? സകല ജ്ഞാനത്തോടും കൂടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. സകല ജ്ഞാനത്തോടും കൂടെയുള്ള ഉപദേശമാണ് നാം കൈക്കൊള്ളേണ്ടത്. അപ്പോൾ പ്രസംഗത്തിനകത്ത് 2 കാര്യങ്ങളെങ്കിലും വേണം. 1, പ്രബോധനം. 2, സകല ജ്ഞാനത്തോടും കൂടെയുള്ള ഉപദേശം. അടുത്തത്, പ്രസംഗത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ എവരി മാൻ പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. സ്തോത്രം. അത് എഫേസ്യ ലേഖനം വായിക്കുമ്പോഴും നേരത്തെ ഞാൻ ഓർപ്പിച്ച 4-ാമത്തെ അധ്യായത്തിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ എങ്ങനെ ആക്കണം, എന്തിനാണ് ദൈവം തൻ്റെ സഭയ്ക്ക് അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, പാസ്റ്റേഴ്സിനെ, ഉപദേഷ്ടാക്കന്മാരെ തന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യവും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം ദൈവത്തിന് സ്തോത്രം. ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, നമ്മുടെ പ്രസംഗത്തിനൊരു മാറ്റം ഈ ദിവസങ്ങളിൽ വരുത്തണം കേട്ടോ. സകല ജ്ഞാനത്തോടെ വേണം, ഉപദേശിക്കണം. അതിനകത്ത് പ്രബോധനം വേണം. പ്രബോധനം ദൈവജനത്തെ അവരുടെ താഴ്ചകളിൽ നിന്ന് ഉയർത്തിയെടുത്തു കൊണ്ടുവന്നിട്ട് അവരെ കൃത്യതയോടെ തിരുസന്നിധിയിൽ നിർത്തി, ഒപ്പം അവർക്ക് ആവശ്യമേറിയ ആത്മിക പോഷണം കൊടുക്കാൻ അവരുടെ അകത്ത് ദൈവവചനത്തിൻ്റെ വിത്തുകൾ പാകി സകല ജ്ഞാനത്തോടും കൂടെയുള്ള ഉപദേശത്തെ അവർക്ക് നൽകി അവരെ തികഞ്ഞവരാക്കി കർത്തൃപാദപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നമുക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കും. അതിനായി ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രസംഗത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ നല്ല പിതാവേ, തിരുകൃപയ്ക്കായി സ്തോത്രം. കേട്ട ദൈവവചനം ഞങ്ങളുടെ അകത്ത് വിത്തുപാകി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തല്ലോ, പ്രാർത്ഥന കേട്ടല്ലോ, ഓർത്തങ്ങയെ വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു all.